ഹായ് ഗായ്സ്, ഐ എം ഫാത്തിമ. അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് ട്രേഡിംഗ് പഠിച്ചാലോ? എൻ്റെ കയ്യിൽ ഫോണിൽ ആപ്പും മാക്കിൽ ഞാൻ ഈ വെബ്സൈറ്റിൽ കയറിയിട്ടാണ് ചെയ്യുന്നത്. ആദ്യം ട്രേഡിംഗ് വീഡിയോ വെബ്സൈറ്റിൽ കയറാം. അപ്പോൾ നമുക്ക് പ്രൊഡക്ട്സ് നിന്ന് കിട്ടും. ഈ പ്രൊഡക്ട്സിൽ സൂപ്പർ ചാർട്ട്സ് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇൻ്റർഫേസാണ് ഓപ്പണായി വരുന്നത്. ഇതിൽ കാണിക്കുന്നത് സമയം, ഓരോ ടൈം ഫ്രെയിമിലും ഗോൾഡ് മൂവ് ചെയ്തത് എങ്ങനെയാണെന്നാണ് ഇതിൽ കാണിക്കുന്നത്. ഇതിപ്പോൾ 2 അവറുടെ ചാർട്ടാണ് കിടക്കുന്നത്. ഞാൻ ഇനി അത് ചേഞ്ച് ചെയ്തും മാറ്റാൻ പറ്റും നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ടൈം ഫ്രെയിം അനുസരിച്ച്. ഇതിപ്പോൾ 4 അവർ, അതായത് ഇതിൽ ഒരു ക്യാൻഡിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 4 മണിക്കൂർ ഗോൾഡ് എങ്ങനെയാണ് മൂവ് ചെയ്തതെന്ന്. അപ്പ് ട്രെൻഡ് ആണോ, ഡൗൺ ട്രെൻഡ് ആണോ, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, എവിടം വരെയും പോയി, എന്നിട്ട് എവിടെയാണ് ക്ലോസ് ചെയ്തത്, അതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ് വന്നിരിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് കാണിക്കും. അതുപോലെ തന്നെ 4 അവർ, 2 അവർ, 1 അവർ, 45, 35, 50, 5, 3, 1 ഇത്രയാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ലെവലുകൾ. ഈ സൈഡിൽ കാണുന്നതാണ് നമുക്ക് ടൂൾ ബാർ. ഈ ടൂൾ ബാറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണ്ട ടൂൾസ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ട്രെൻഡ് ലൈന്, ഹൊറിസോണ്ടൽ ലൈന്, വേർട്ടിക്കൽ ലൈന് എല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞ പോലെ വേർട്ടിക്കൽ ലൈന് ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വീക്ക്ലി ജേർണലിംഗ് എടുക്കുന്നത്. അതുപോലെ തന്നെ വേറെ കുറേ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും എല്ലാം ഇതിലുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ഫിബിൻ്റെ ഒരു ഇത് പറഞ്ഞിട്ടില്ലേ, ആ ഫിബിനാച്ചിയും ഇതിലുണ്ട്. ഫിബിൻ്റെ അത് ഡയറക്റ്റായിട്ടല്ല ഞാൻ യൂസ് ചെയ്യുന്നത്, ഞാൻ കൂടുതലും മാനുവലി തന്നെ ഫൈൻഡ് ചെയ്യുന്നതാണ്. ഇതാണ് പൊസിഷൻ യൂസ് ചെയ്യുന്ന ടൂള്. അതായത് നമ്മൾ ബൈ ആണോ സെല്ലാണോ, ബൈ എവിടെ വരെ സെൽ എവിടെ വരെ എന്നൊക്കെ അനലൈസ് ചെയ്യുന്ന ടൂളാണിത്. നമുക്ക് ബൈ ആണെങ്കിൽ മേളിൽ ലോങ് പൊസിഷനും സെല്ലാണെങ്കിൽ താഴത്തോട്ടുള്ളതുമാണ് ചെയ്യുന്നത്. ആ ഗ്രീൻ ഏരിയയിലുള്ളത് പ്രോഫിറ്റബിൾ ഏരിയ എന്നും റെഡ് ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ലോസിലായി എന്നുമാണ് അതിൻ്റെ അർത്ഥം. ഇനി അതിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ ഡിലീറ്റ് ഞെക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ക്ലോസ് ആവുകയും ചെയ്യും. പിന്നെ പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആകുമ്പോൾ ഒന്ന് നോക്കാവുന്നതാണ്. പ്രൈസ് റേഞ്ച് പറഞ്ഞാൽ എത്ര പോയിൻറ്റ്സ് ഇത് നീങ്ങിയിട്ടുണ്ട് മാർക്കറ്റിൽ എന്നുള്ള അറിയാനായിട്ടാണ് ഈ പ്രൈസ് റേഞ്ച് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയുള്ളത് ഈ താഴെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫേവറേറ്റ്സിൽ ഇട്ടേക്കുന്ന കേട്ടോ. റൈറ്റ് സൈഡ് കാണുന്നതെല്ലാം നമ്മൾക്ക് ആവശ്യമുള്ള കറൻസി പേഴ്സ് അല്ലെങ്കിൽ കമ്മോഡിറ്റീസിനൊക്കെ ഇട്ടേക്കുന്നതാണ്. ഇപ്പോൾ ഇതിൽ ഞാൻ എനിക്ക് ആവശ്യമുള്ളതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഒരു ക്രോസില്ലേ, ഒരു പ്ലസ് സിമ്പിൾ, അതിൽ പോയിട്ട് നോക്കിയാൽ മതി. ഫോറക്സ് നോക്കുകയാണെങ്കിൽ ഈ ഫോറക്സിൻ്റെ ഇതിൽ ആവശ്യമുള്ള കറൻസി പേരുടെ പേര് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം കിട്ടുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ USD ബേസ് ചെയ്തിട്ടുള്ള ഒരു കറൻസി പെയർ നോക്കുകയാണ്. ഇപ്പോൾ USD CAD നമുക്ക് എടുക്കാം. അത് ആ ഒരു പ്ലസ് സൈനിങ് ഞെക്കി കഴിഞ്ഞാൽ നമ്മുടെ ലിസ്റ്റിലേക്ക് ആഡ് ആവും. ഇനി അതിൻ്റെ അറ്റത്ത് തന്നെ ആയിട്ട് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ഓപ്ഷനും ചെയ്യാം. ഞാൻ XAU USDയും നാസ്ഡാക്കും ആണ് നോക്കുന്നത് മെയിനായിട്ട്. പിന്നെ ഏറ്റവും മേളിൽ കിടക്കുന്നത് ബിറ്റ്കോയിൻ്റെ ആണ്. അതുപോലെ തന്നെ വേറെ യൂറോ USD, AUD USD, GBP USD അങ്ങനെ എല്ലാത്തിൻ്റെയും ചാർട്ട്സ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഈ കറൻസി പേഴ്സിനൊക്കെ ഞാൻ 4 അവർ ടൈം ഫ്രെയിമിലും ഡെയിലി ടൈം ഫ്രെയിമിലൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ പഠിച്ച സ്ട്രാറ്റജീസ് മറക്കാതിരിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ഒക്കെ ചെയ്ത് നോക്കലുണ്ട്. ചുമ്മാ ചെയ്യുന്നതാണ്, ഞാനത് ട്രേഡ്സ് എടുക്കാറില്ല, പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ ക്രൂഡ് ഓയിൽ, നാസ് 100, XAU USD എന്ന് പറഞ്ഞാൽ ഗോൾഡാണ്. ഓക്കെ, ഇത്രയും ചാർട്ട്സിൽ നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്യാൻ പഠിച്ചു. ഇനി വേണ്ട സാധനമാണ് ഫോറക്സ് ഫാക്ടറി. നമ്മുടെ മെയിൻ ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തുന്നത് ഇതിലൂടെയാണ്. US ബേസ് ചെയ്തിട്ടുള്ള കറൻസി പെയേഴ്സിനും കമ്മോഡിറ്റീസിനും US, ഫെഡ് റിസർവ്, CPI ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് ന്യൂസുകളൊക്കെ അറിയുന്നത് ഇതിലൂടെയാണ്. പിന്നെ ട്രംപിൻ്റെ ട്വീറ്റ് കാര്യങ്ങളെല്ലാം ഈ ഫോറക്സ് ഫാക്ടറിയിൽ അപ്ലോഡ് ചെയ്യലുമുണ്ട്. ദെൻ നമുക്ക് നമ്മുടെ കലണ്ടർ. ഈ കലണ്ടർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വീക്കിൽ വരാനിരിക്കുന്ന ന്യൂസുകൾ, ഈ യെല്ലോ കളറിലുള്ളത് ലോ ഇമ്പാക്റ്റ്, റെഡ് കളറിലുള്ളത് ഹൈ ഇമ്പാക്റ്റ്, ഓറഞ്ച് കളറിലുള്ളത് മീഡിയം ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കി, നാളെ വെനസ്ഡേ USDയുടെ ഒരു ഫെഡറൽ ഫണ്ട് റേറ്റിൻ്റെ ഒരു ന്യൂസ് ഉണ്ട്. അതിൻ്റെ നമുക്ക് ആക്ച്വലും ഫോർകാസ്റ്റും പ്രീവിയസ് ഒക്കെ നോക്കാം. അതൊക്കെ കുറച്ചുകൂടി ഹയർ ലെവലാണ്, നമുക്കത് പിന്നെ നോക്കാം. ഇപ്പോൾ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത്. എങ്ങനെയാണ് നമ്മളൊരു ടെക്നിക്കൽ സൈഡ് നോക്കുന്നത്, ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുന്നതെന്ന് മാത്രമാണ്. സോ വളരെ ബേസിക്സിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഈ വീക്കിൽ ഫുൾ നോക്കാം. വേണമെങ്കിൽ റെഡ് ഇമ്പാക്റ്റ് മാത്രം വേണമെങ്കിൽ അങ്ങനെ നോക്കാം. ഇന്നെല്ലാം ഫുള്ളും വേണമെങ്കിൽ നോക്കി വെക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് തന്നെ ട്രേഡിംഗ് വ്യൂവും ഫോറക്സ് ഫാക്ടറിയും ചെക്ക് ചെയ്യാനും അനലൈസ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്തോളൂ.